അക്ഷർപൂർ ഗ്രാമത്തിൽ മംഗ്രൂ തന്റെ അമ്മയുടെ കൂടെ ജീവിക്കുകയായിരുന്നു. ആ ഗ്രാമത്തിൽ പലർക്കും എല്ല് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഈ അസുഖങ്ങൾ തലമുറകളായി വ്യാപിച്ചിരുന്നു. മംഗ്രൂ തന്റെ 70 വയസ്സുള്ള അമ്മയെയും കൊണ്ട് വീൽ ചെയറുമായി ബഡായിയുടെ കടയിലേക്ക് പോകുകയായിരുന്നു. എല്ലാം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മംഗ്രൂ? പിന്നെ നീ എന്താ അമ്മേനെ ഇങ്ങോട്ട് കൂട്ടുകൊണ്ടുവന്നിരിക്കുന്നത്? അത് പിന്നെ ചേട്ടാ, നിങ്ങളല്ലേ ഈ വീൽ ചെയർ ഞങ്ങൾക്ക് തന്നത്? ഇത് കുറച്ച് ശരിയായിട്ടില്ല ഏട്ടാ. ഇത് റിപ്പയർ ചെയ്തിട്ട് എന്നെ 1 മാസം പോലും ആയിട്ടില്ല. ഇത് വീണ്ടും റിപ്പയർ ആയിട്ടുണ്ട്. മൊത്ത ഗ്രാമത്തിലും ഇതല്ലേ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നീ ഇത് വാങ്ങിയിട്ട് 2 വർഷമായിട്ടുണ്ട്. അപ്പോഴിത് റിപ്പയർ എല്ലാം ആവുക. മോനെ ബഡായി, നിന്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ആ വീൽ ചെയർ അതെല്ലാം എത്ര നല്ല വീൽ ചെയർ ആയിരുന്നു. അത് ഒരുപാട് വർഷങ്ങൾ നിലനിന്നിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അത് എന്റെ അച്ഛനാണ് ചെയ്യാ മുത്തശ്ശി. ഇവിടെ നോക്ക്, നിനക്ക് വേണ്ടെങ്കിൽ നീ പറഞ്ഞേക്ക്. നിനക്ക് കാശ് എപ്പോ വരുന്ന അപ്പൊ ഒന്ന് വാങ്ങിച്ചോളൂ. പോകാം മംഗ്രൂ, ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോയി. വാ മംഗ്രൂ. നമസ്കാരം അമ്മേ. പറയൂ, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ എന്ത് സേവയാണ് ചെയ്യേണ്ടത്? ഞങ്ങളിപ്പോ വരുന്നത് ബഡായിയുടെ കടയിൽ നിന്നാണ്. ഒരു സഹായവും കിട്ടിയില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും പഴയ വീൽ ചെയർ ഉണ്ടെങ്കിൽ എനിക്ക് തരണം. നിങ്ങളൊന്നും വിഷമിക്കണ്ട. ഈ വർഷം എല്ലാവർക്കും ഞങ്ങൾ വീൽ ചെയർ തരില്ലേ? അപ്പൊ നിങ്ങൾക്കും ഒന്ന് എടുത്തു വെച്ചേക്കാം. മുതലാളി, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കോ, എന്താണ് കാര്യം? നമ്മൾ ഈ സൂക്കാട് മുഴുവനും സുഖാക്കുന്നവരെ നമുക്ക് മുന്നോട്ട് പോവാനേ പറ്റില്ല. മംഗ്രൂ, നീ പറയുന്ന കാര്യം ശരി തന്നെയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളെല്ലാം ചെറിയ ചെക്കന്മാരാണ്. ഒരു ശ്രമം എടുത്തു നോക്കിയാൽ നിങ്ങൾ എഴിക്കുമ്പോൾ തന്നെ ഇതിനുള്ള ഒരു വഴി കണ്ടെത്താം. ശരി മുതലാളി, ഞങ്ങളിപ്പോൾ പുറപ്പെടുകയാണ്. മംഗ്രൂ അമ്മയെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ബഡഹി ആണെങ്കിൽ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഗുണനിലവാരമില്ലാത്ത വീൽ ചെയർ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൽ മംഗ്രുവിന് വളരെയധികം നിരാശയുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി. മായ ഉറങ്ങുമ്പോൾ മംഗ്രൂ പതുക്കെ നദിക്കരയിലേക്ക് നടന്നു. നദിയുടെ സമീപത്തിരുന്ന് മംഗ്രൂ പതുക്കെ കല്ലുകൾ എറിയുകയായിരുന്നു. അവൻ സ്വയം പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഈ ഗ്രാമത്തിൽ അങ്ങനെ എന്ത് പ്രശ്നമെന്ന് അറിയുന്നില്ല. 50 വയസ്സാവുന്ന മുമ്പ് തന്നെ ഇവിടെയുള്ള ജനങ്ങളൊക്കെ മരിച്ചു പോകുന്നുണ്ടല്ലോ. പിന്നെ ആ ബഡായി മക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ റിപ്പയർ ആവുന്ന പോലെയാണല്ലോ അവൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ജനങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ തോന്നുന്നുണ്ട്. പെട്ടെന്ന് നദിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടു. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ചേട്ടാ, ആരാണ്? എന്ത് സംഭവിച്ചു? നിലവിളിച്ചുകൊണ്ട് ആ ശബ്ദം പുറത്തേക്ക് വന്നു. അവൻ നോക്കിയപ്പോൾ അതൊരു മുറിവേറ്റ മുതലയായിരുന്നു. അതിന്റെ കാലുകളിൽ ചൂടിനെ കൊണ്ട് മുറിവേറ്റിരുന്നു. എന്റെ ദൈവമേ, ഇതെന്താണ്? എന്നെ സഹായിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ. മംഗ്രുവിന് വളരെയധികം ഭയം തോന്നി. എന്നിട്ടും അതെല്ലാം ഉള്ളിലൊതുക്കി അവൻ ആ മുറിവേറ്റ മുതലയെ സഹായിക്കാനായി പോയി. ആ മുറിവേറ്റ കാലിൽ നിന്നും അവൻ ചൂണ്ട പറിച്ചെടുത്തു. എന്നിട്ട് ഒരു തുണി കഷ്ണം ഉപയോഗിച്ച് ആ മുറിവേറ്റ കാൽ കെട്ടി. ശരി, ആ മുറിവ് ഉണങ്ങാൻ കുറച്ച് നേരം എടുക്കും. പെട്ടെന്ന് ആ മുതല ഒരു സുന്ദരിയായ ജലകന്യകയുടെ രൂപത്തിലേക്ക് മാറി. എന്നിട്ട് മംഗ്രുവിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു ജലകന്യകയായിരുന്നു. എനിക്ക് വളരെ വലിയ ഒരു ശാപം കിട്ടി. ഞാൻ എന്റെ അംഗലാവണ്യത്തിൽ അഹങ്കരിച്ച് ഒരു ഋഷിയോട് ക്രൂരമായി സംസാരിച്ചു. അദ്ദേഹത്തെ അപമാനിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ ശപിച്ചു. അതായത് ഞാൻ ക്രൂരമുഖമുള്ള ഒരു മുതലയായി മാറുമെന്ന്. എപ്പോഴെങ്കിലും സാഹസികനായ ഒരു മനുഷ്യൻ വന്ന് എന്റെ ഈ ക്രൂരമുഖം കണ്ടിട്ടും എന്നെ സഹായിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ശാപമോക്ഷം കിട്ടുമെന്ന്. നീയൊരു സാഹസികനും ധീരനും നല്ലവനുമാണ്. നീ വളരെ നല്ലവനാണ്. നിന്റെ ഈ സദ്ഗുണങ്ങളിലെല്ലാം സംതൃപ്തയായി ഞാൻ നിനക്ക് ഒരു ആഗ്രഹം സഫലീകരിച്ചു തരാം. എനിക്ക് വേണ്ടി ഒന്നും വേണ്ട ദേവി. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വരം തരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു ശാപം ഉണ്ടായിരുന്നു. അത് പോയി കിട്ടിയാൽ വളരെ നന്നായിട്ടുണ്ടാവും. നീ സ്വാർത്ഥരഹിതനാണ്. ശരി, തഥാസ്തു. നിന്റെ വീടിന് സമീപത്ത് തന്നെ ഒരു കിണർ വരും. ആ കിണറിൽ പാലുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം പുറത്തേക്കെടുക്കാം. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ സഹായം ഉണ്ടാവും ദേവി? പാലെന്ന് പറഞ്ഞാൽ എല്ലിന്റെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നാണ്. പക്ഷേ ഇത് ദിവ്യമായ പാലാണ്. അത് കുടിക്കുകയോ അത് വെച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും. അത് എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ ശരിയാക്കും.
നീ ശ്രദ്ധിക്കണം മംഗ്രു. നിന്റെ നല്ല സ്വഭാവം കണ്ടാണ് ഞാൻ ഇത് തന്നത്. ഇതിന്റെ ഫലം നിന്റെ ആഗ്രഹം പോലെയാണ് നടക്കുക. ഇനി ഞാൻ പോകുകയാണ്. എല്ലാ ആശംസകളും. മംഗ്രു വളരെയധികം സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്കെത്തി. അവൻ അവിടെ വളരെ വലിയൊരു കിണർ കണ്ടു. അതിൽ നല്ല വെളുവെളുത്ത പാൽ കണ്ടു. ദേവി വിജയിക്കട്ടെ. പിറ്റേ ദിവസം മംഗ്രു പഞ്ചായത്ത് വിളിച്ചുകൂട്ടി. എല്ലാവരും മംഗ്രുവിന്റെ വീടിനു പുറത്ത് ഒത്തുചേർന്നു. ആ കൂട്ടത്തിൽ ഗ്രാമവാസികളുടെ കൂടെ ഗ്രാമത്തലവൻ ബഡായി, പിന്നെ സോംനാഥ് മേസ്തിരിയും ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഒരു മുഖ്യമായ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഞാൻ വിളിച്ചത്. കേൾക്കാൻ തന്നെ വളരെ മുഖ്യമായിട്ട് കാര്യം തോന്നുന്നുണ്ട്. പക്ഷെ ആ കാര്യം എന്താണ്? നീ ധൃതിയായിട്ട് വിളിച്ചിട്ട് എന്തോ കാര്യം പറയുകയാണെങ്കിൽ എന്തോ മുഖ്യമായ കാര്യമായിരിക്കും. അത് നന്നായിട്ടായിരിക്കും. എന്റെ നല്ല നേരം ഞാൻ ഇവിടെ കളയുകയാണല്ലോ. അതെ ചേട്ടാ, മുഖ്യമായുള്ള കാര്യമാണ്. ഇവിടെ ഒരു കിണർ കാണുന്നില്ലേ? ഒരു കടൽ ദേവി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പാൽ കിണർ തന്നിട്ടുണ്ട്. എന്റെ ആഗ്രഹപ്രകാരം ആരൊക്കെ ഇവിടെ വന്നിട്ട് ആ പാലെടുക്കുന്നുണ്ടോ അവരുടെ പ്രശ്നങ്ങളും ചേർത്തിട്ട് ഗ്രാമത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾ തീരുന്നാ പറഞ്ഞത്. പിന്നെ ഈ കുടുംബ സൂക്കേടൊക്കെ വരില്ലെന്നാ പറഞ്ഞത്. നീ എന്താ കളിക്കുകയാണോ? ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചത്. ഇതാണോ ഈ മുഖ്യമായ കാര്യം? എനിക്ക് നന്നായിട്ട് അറിയാം, വരവും ശാപവും വിശ്വസിക്കുന്നത് വളരെ പാടാണ്. നിങ്ങൾ തന്നെ കിണറ്റിൽ പോയിട്ട് ആ പാലൊന്ന് കുടിച്ചു നോക്കൂ. മംഗ്രു പറഞ്ഞത് കേട്ട എല്ലാ ഗ്രാമവാസികളും കിണറിലേക്ക് എത്തി നോക്കി. അവർ അവിടെ കണ്ടത് സത്യമായ പാൽ തന്നെയായിരുന്നു. എല്ലാവരും അത്ഭുത പരതന്ത്രരായി. മംഗ്രു ഒരു ബക്കറ്റിൽ പാലെടുത്ത് എല്ലാവർക്കും പാൽ കുടിക്കാൻ നൽകി. എന്റെ വയസ്സും ഇപ്പൊ ആ രേഖേനെക്കാട്ടും വളരെ കൂടുതലായിരുന്നു. എന്റെ എല്ലിനൊക്കെ വളരെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഈ പാല് കുടിച്ചതിന് ശേഷം എനിക്ക് എന്തോ വളരെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേ മുതലാളി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ഒരു പക്ഷെ നമ്മൾ മംഗ്രു പറഞ്ഞു കേട്ടാൽ നമ്മുടെ ഈ പാരമ്പര്യ സുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതെ സോംനാഥ്, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളിവിടെ വിളിച്ചത്. പിന്നെ ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ എല്ലാരും ചേർന്നിട്ട് എല്ലാ വീട്ടിലും ഈ പാല് കൊണ്ട് നമുക്ക് പന്നീരും ഉണ്ടാക്കാം. ഞാൻ ആഗ്രഹിച്ചാൽ ഇത് പാല് പന്നീരായിട്ട് മാറാൻ പറ്റും. പിന്നെ എല്ലാം എളുപ്പമായിരിക്കും. ആ ശരി മംഗ്രു. എല്ലാവരും സന്തോഷഭരിതരായിരുന്നു. പിറ്റേ ദിവസം മുതൽ എല്ലാവരും ചേർന്ന് പനീർ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാ ഗ്രാമവാസികളും വളരെയധികം സന്തോഷഭരിതരായിരുന്നു. എല്ലാവരും ആ ഗ്രാമത്തിൽ ഐകകണ്ഠേന ജീവിക്കാൻ തുടങ്ങി. എല്ലാവരും കാത്തുകാത്തിരുന്നത് എന്തിനെന്നോ, തലമുറകളായി വ്യാപിച്ചുകൊണ്ടിരുന്ന ഈ അസുഖം എങ്ങനെ മാറുമെന്ന്, മാത്രമല്ല അത് എത്രത്തോളം മാറുമെന്നും. മേസ്തിരിയും ഗ്രാമത്തലവനും മംഗ്രുവിന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. മായയ്ക്ക് എഴുന്നേറ്റ് നടക്കാനേ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ സ്വയം നടന്നു വരുന്നു. ഈ 2 മാസം കൊണ്ട് എത്ര വലിയ മുന്നേറ്റം ഒന്നും എനിക്ക് പറയാനേ പറ്റുന്നില്ല. അതേ മുതലാളി, എല്ലാം ശരിയായിട്ട് വന്നാൽ ഇന്ന് 2 വർഷത്തിൽ തന്നെ ഈ മൊത്തം പ്രശ്നം അങ്ങ് പോയി തീരുമല്ലോ. പിന്നെ നമ്മൾ വരുന്ന ഈ കുടുംബത്തിനൊക്കെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോളൂ, ആ ബഡായി ഉണ്ടല്ലോ, അവൻ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിന് ഞാൻ സഹായിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. ചെറുപ്പത്തിലുള്ള ഫ്രണ്ട് അല്ലേ ഞാൻ വാക്ക് കൊടുത്തു പോയി. പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ട് അവൻ എന്നെ തന്നെ നശിപ്പിച്ചാളെന്നൊക്കെയാ പറയുന്നത്. ഇത് വിഷമിക്കേണ്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുതലാളി? നീ ഒരു പാവമാണ് മംഗ്രു, അതുകൊണ്ടാ നിനക്ക് മനസ്സിലാവാത്തത്. ഒരു പക്ഷേ എല്ലാവരുടെ കുറവുകളും ശരിയായി പോയാൽ പിന്നെ അവന്റെ വ്യാപാരം കടന്നു പോവല്ലോ. മംഗ്രു സ്വയം ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ ഒരു ഉത്തരവും നൽകിയില്ല. നീ എന്താ ഒന്നും സംസാരിക്കാത്ത മംഗ്രു? ഒരു പക്ഷെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറഞ്ഞ നിമ്മതിയായിട്ടുണ്ടായിക്കോ. ഇല്ല, നമ്മൾ ഒന്നും ചെയ്യാൻ ഒരു കാര്യവുമില്ല. പക്ഷെ എന്താ അങ്ങനെ? ഒരു പക്ഷേ ബഡയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാൽ അപ്പൊ അത് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. ഞാൻ ബഡേനെ മേലെ ഇപ്പോഴും ഒരു വിശ്വാസം വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷെ എന്തെങ്കിലും തെറ്റ് നടന്നാൽ ഗ്രാമത്തിന് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ശരി, നീ പറയുന്ന പോലെ നടക്കട്ടെ മംഗ്രു. എല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് പോയി. മംഗ്രു ആണെങ്കിലോ ഗ്രാമത്തിൽ മുഴുവൻ പാല് നൽകാനും പോയി. അങ്ങനെ വൈകുന്നേര സമയമായി. ബഡായി ആണെങ്കിലോ ആ കിണറിന്റെ സമീപത്ത് നിന്ന് സ്വയം പിറുപിറുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്റെ വ്യാപാരം തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇവന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഗ്രാമത്തിന് വലിയ തലവരാണെന്ന് നീ ആഗ്രഹിച്ചതല്ലേ? ഈ എല്ലാ കെമിക്കൽ ഇട്ടിട്ട് ഈ മൊത്തം പാല് ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് നോക്കാം. തന്റെ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റിലുള്ള കെമിക്കൽ മുഴുവൻ അവൻ കിണറിലേക്ക് ഒഴിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ കിണറിനുള്ളിൽ നിന്ന് ആ സുന്ദരിയായ ജലകന്യക പ്രത്യക്ഷപ്പെട്ടു. ഈ ലോകത്തിൽ വളരെ വലിയ കർമ്മഫലമുണ്ട്. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്യൂ. പക്ഷെ കർമ്മം ചെയ്യാതെ ജീവൻ നിലനിൽക്കില്ല.
നീ ആരാണ്? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യണമെങ്കിൽ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യൂ. തെറ്റായ കർമ്മങ്ങൾക്കുള്ള ഫലം വളരെ മോശമായിരിക്കും. അങ്ങനെയാണോ? വലുതായിട്ടൊന്നും സംസാരിക്കണ്ട. എനിക്കാരെ ശിക്ഷ തരാൻ പോരുന്നത്? നിന്റെ തെറ്റായ ചിന്തകൾക്കും തെറ്റായ കർമ്മങ്ങൾക്കും ഒരേ ഒരു ഫലം മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ ശപിക്കാൻ പോകുന്നു. അതായത് നിന്റെ എല്ലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെടും. നിനക്ക് ഭാരം ചുമക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിനക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർ എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നുവെന്ന്. ഈ ശാപം എങ്ങനെ അവസാനിക്കുമെന്നോ? അതായത് നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ നല്ലവൻ, അവൻ വന്ന് നിന്നെ സഹായിക്കുമ്പോൾ അപ്പോൾ മാത്രം അവൻ നിന്റെ ദുഷ്ടതരങ്ങൾ അറിഞ്ഞിട്ടും നിന്നോട് ക്ഷമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ ഒരു ഭാരമില്ലാത്ത വസ്തുവിനെ പോലെ നിലത്തേക്ക് വീണു. ജലകന്യകയാണെങ്കിലോ അവിടെ നിന്നും അപ്രത്യക്ഷയായി. അയ്യോ രക്ഷിക്കോ! മംഗ്രു സോംനാഥിന്റെ കൂടെ അവിടേക്ക് എത്തിച്ചേർന്നു. അവരെത്തിയപ്പോൾ കണ്ടത് ബഡായി ഒരു ഭാരമില്ലാത്ത വസ്തുവിനെ പോലെ നിലത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ബഡായി ചേട്ടാ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ചേട്ടാ എന്നെ രക്ഷിക്കൂ, ചേട്ടാ എന്നെ രക്ഷിക്കൂ, എന്നെ ഈ ശാപത്തിൽ നിന്ന് എനിക്ക് മുക്തി തരൂ. പക്ഷെ നീ അങ്ങനെ എന്താണ് ചെയ്തത്? അത് ബഡായി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സോംനാഥ് രോഷാകുലനായി പറഞ്ഞു, പക്ഷേ നീ ചെയ്ത ഈ ജോലിക്ക് തീർച്ചയായിട്ടും ക്ഷമ ചെയ്യാനേ പറ്റില്ല. ക്ഷമിക്കു ചേട്ടാ, ക്ഷമിക്കു ചേട്ടാ, എന്നോട് ക്ഷമിക്കു ചേട്ടാ. ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, നീ അത്യാഗ്രഹം കൊണ്ടാണ് നിനക്ക് ഈ ശാപം കിട്ടിയിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി നിന്റെ അടുത്ത് ഐഡിയ ഇല്ല. പക്ഷെ ആ കഷ്ടത്തിൽ നിന്ന് ഞങ്ങൾ ശരിയാവുമ്പോൾ നീ വീണ്ടും അവർക്ക് അതേ പ്രശ്നം തരണമെന്ന് നീ നോക്കിയില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ഇത് എപ്പോ നമുക്ക് ആപത്ത് വരുന്നുണ്ടോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്റെ അച്ഛൻ എന്തിനു വേണ്ടിയാണ് ഇത്രയും പേര് സഹായിച്ചെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ശരി, ഞാൻ ഒരു കണ്ടീഷൻ ഇല്ലാതെ ഞാൻ ഇപ്പൊ തന്നെ ക്ഷമ തന്നേക്കാം. നിന്റെ ഉള്ളിലുള്ള നല്ല മനുഷ്യൻ നന്നായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബഡായിക്ക് എല്ലാം ശരിയായി. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് മംഗ്രുവിനോട് മാപ്പപേക്ഷിച്ചു. ഈ സംഭവം നടന്ന കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ ഈ അസുഖം നിശേഷം ഇല്ലാതായി. രാധാപൂർ എന്നൊരു ഗ്രാമത്തില് മുറാരി എന്ന പേരുള്ള പാലുകാരൻ അയാളുടെ ഭാര്യയും മകനോടൊപ്പം താമസിക്കുമായിരുന്നു. തൊട്ടടുത്ത് തന്നെ മുറാരിയുടെ ഏട്ടനും ഏട്ടത്തിയുടെ വീടുണ്ടായിരുന്നു. അവർക്കും ഒരു മകനുണ്ടായിരുന്നു, പേര് മോഹൻ. ഒരു ദിവസം പുലർച്ചയ്ക്ക് മുറാരിയുടെ ഏട്ടത്തി അവരുടെ വീട്ടിലേക്ക് വന്നു. മുറാരി, നിങ്ങളുടെ മകൻ എന്റെ മകന്റെ അടുത്തുനിന്ന് 2000 രൂപ തട്ടിയെടുത്തു. അവന്റെ കയ്യിൽ നിന്ന് പണം തിരിച്ചു മേടിച്ചതാ. വല്യമ്മ എന്തായി പറയുന്നേ? നീ മോഹന്റെ കയ്യിൽ നിന്ന് 2000 രൂപ തട്ടിയെടുത്തോ? അച്ഛ, 2 ദിവസം മുമ്പേ മോഹൻ എന്റെ ബാഗ് തട്ടിയെടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത്. മര്യാദയ്ക്ക് പണം തിരിച്ചു കൊടുക്ക്. വീട്ടിനകത്ത് വെറുതെ ഇരുന്ന് നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. നാളെ തൊട്ട് നീ എന്നോടൊപ്പം പാല് വിൽക്കാൻ വരും. മുരാരി അയാളുടെ മകനെ സ്ഥിരമായി പാല് മേടിക്കുന്ന ആൾക്കാരെ വീട് കാണിച്ചു കൊടുത്തു. നീ എല്ലാവരുടെയും വീട് കണ്ടല്ലോ. ഇനി ഞാൻ പാടത്തെ പണിയെല്ലാം നോക്കിക്കോളാം. പാല് കൊണ്ടുപോയി കൊടുക്കുന്ന പണി നീ ചെയ്തോ. പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേക്ക്. ഇന്ന് വരെ ഞാൻ ഈ പാലില് വെള്ളം ചേർക്കുകയോ അതോ വേറെ മായം ചേർക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ എനിക്ക് നല്ല പേരുണ്ട്. എന്റെ അടുത്തുനിന്ന് മാത്രമേ അവര് പാല് വാങ്ങിക്കൂ. ഈ ആത്മാർത്ഥതയും ശ്രദ്ധയും നീയും പാലിക്കണം. ശിവ കുറച്ചു ദിവസം ആത്മാർത്ഥതയോടെ പാല് വിറ്റു. പക്ഷേ അവൻ നോക്കിയപ്പം മറ്റേ പാലുകാര് പാലിനകത്ത് വെള്ളം ചേർത്ത് ഒരുപാട് ലാഭമാണ് ഉണ്ടാക്കുന്നത്. ഈ അച്ഛൻ ആൾക്കാരെ പറ്റിക്കാൻ അറിഞ്ഞൂടാ. എത്ര നിസ്സാരമായിട്ടാണ് 1 ലിറ്റർ പാലില് വെള്ളം ചേർത്ത് അതിന് 2 ലിറ്റർ ആക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ശിവ എന്നും രാവിലെ അച്ഛന്റെ അടുത്തുനിന്ന് ശുദ്ധമായ പാലും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ വഴി വെച്ച് ആ പാലിൽ അവന് വെള്ളം ചേർക്കും. ശിവയുടെ വല്യമ്മയുടെ മകൻ മോഹൻ ചന്തയെന്ന് ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ ശിവ വിൽക്കാനുള്ള പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നതാണ് കണ്ടത്. അവൻ പെട്ടെന്ന് ശിവ പാലിനകത്ത് വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുത്തു. എന്നിട്ട് ശിവയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. നീ പാലിനകത്ത് വെള്ളം ചേർക്കുന്നതിന്റെ വീഡിയോ ഞാൻ എടുത്തു. ഇനി നീ മര്യാദയ്ക്ക് എനിക്ക് എല്ലാ മാസവും 2000 രൂപ തരണം. ഇനി ഏതെങ്കിലും ഒരു മാസം പണം എന്റെ കയ്യിൽ വന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ നിന്റെ അച്ഛനെ ആയിരിക്കും കാണിക്കുന്നത്. ശിവ പേടിച്ചു പോയി. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശിവ എല്ലാ മാസം മോഹന് 2000 രൂപ കൊടുക്കും.
2000 രൂപ കൊടുത്തെന്ന് വെച്ച് എനിക്കൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഇനി ഞാൻ 1 ലിറ്റർ പാലില് 1.5 ലിറ്റർ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. മോഹൻ അവന്റെ അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. മോനെ, നീ എന്തിനാണ് 2000 രൂപ ചോദിക്കുന്നത്? പാല് വിൽപ്പനയിൽ നല്ല ലാഭമുണ്ട്. നീ 7000 രൂപയെങ്കിലും ചോദിക്ക്. അതെ ശിവ, അടുത്ത മാസം തൊട്ട് നീ എല്ലാ മാസവും എനിക്ക് 7000 രൂപ അയക്ക്. ഇല്ലെങ്കിൽ നിന്റെ ആ വീഡിയോ ഞാൻ നിന്റെ അച്ഛനെ കാണിക്കും. എന്റെ ദൈവമേ, ഈ മോഹന്റെ ഡിമാൻഡ് ഓരോ ദിവസം കൂടി വരുന്നുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ശിവയുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാരി പിങ്കി അവനെ കണ്ടുമുട്ടുന്നത്. എന്തു പറ്റി ശിവ? എന്തു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു? അത് പിന്നെ ഒന്നുമില്ല. ഞാനിവിടെ വെറുതെ ഞാൻ നിന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയല്ലേ, എന്തിനാ എന്നോട് ഒളിപ്പിക്കുന്നത്? ശിവ പിങ്കിയോട് കാര്യമെല്ലാം തുറന്നു പറയുന്നു. നീ ഇപ്പൊ തന്നെ വീട്ടിൽ പോയി കാര്യമെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞാ മതി. ഇല്ല, അത് ശരിയാവില്ല. അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇനി എത്ര കാലം മോഹൻ ഇങ്ങനെ പണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ഒരു പദ്ധതി കണ്ടുപിടിച്ചോളാം. കെമിക്കൽ ഉപയോഗിച്ച് പാലുണ്ടാക്കുന്ന ഒരു പാലുകാരനെ ശിവയ്ക്ക് പരിചയമുണ്ടായിരുന്നു. ശിവ ആ പാലുകാരന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കെമിക്കൽ ഉപയോഗിച്ച് പാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാമോ? ശിവ കെമിക്കൽ ഉപയോഗിച്ച് കള്ളപ്പാൽ ഉണ്ടാക്കാൻ പഠിച്ചുപോയി. മോഹന് കൊടുക്കാനുള്ള പണം കൊടുത്തതിനു ശേഷവും അവന് നല്ല ലാഭം ഉണ്ടാകുന്നുണ്ടായിരുന്നു. എല്ലാ മാസവും ശിവ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള വസ്തു വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. ഇതെന്താ ശിവ, നീ പിന്നെ ഒരു ടി വി മേടിച്ചോ? കഴിഞ്ഞ മാസം തന്നെയല്ലേ നീ പുതിയൊരു ടി വി മേടിച്ചത്? അത് വെറും സാധാരണ ടി വി ആയിരുന്നു. ഇതൊരു സ്മാർട്ട് ടി വി ആണ്. ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നതല്ലേ. അതുകൊണ്ട് നമ്മുടെ അടുത്തുനിന്ന് പാല് മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടി. അങ്ങനെ ലാഭം ഉണ്ടാക്കാനും കഴിയുന്നു. ശിവ പറഞ്ഞതെല്ലാം മുരാരി വിശ്വസിച്ചു. ഒരു ദിവസം മുരാരി പാടത്തിടാൻ കീടനാശിനി മേടിക്കാൻ ചന്തയിൽ പോയപ്പോൾ അയാളുടെ അടുത്തുനിന്ന് സ്ഥിരമായി പാല് മേടിക്കുന്ന ഒരാളെ കണ്ടു. വേറെ എന്തൊക്കെയുണ്ട് രാംപ്രതാപേട്ട? പാലില് കുറവൊന്നുമില്ലല്ലോ. നിങ്ങളുടെ അവിടുത്തെ പാല് വളരെ മോശമാണ്. പാല് കുടിച്ചത് കൊണ്ട് എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. നിങ്ങൾ പാല് കൊണ്ടുവന്നിടത്തോളം കാലം പാലിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ മകനാണെങ്കിലോ പാലില് ഒരുപാട് മായം ചേർക്കുന്നുണ്ട്. അടുത്ത മാസം തൊട്ട് നിങ്ങളുടെ അവിടുത്തെ പാല് ഞാൻ നിർത്താൻ പോകുവാണ്. ഇന്ന് തന്നെ ഞാൻ ശിവയോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. അവിടെ മോഹൻ ശിവയുടെ അടുത്തുനിന്ന് ഇനിയും പണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇനി നീ എല്ലാ മാസവും എനിക്ക് 15000 രൂപ തരും. ഇത്രയും പണം എനിക്ക് തരാൻ കഴിയില്ല. നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. പണം തരാൻ കഴിയില്ലേ? എന്നാ ശരി, ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് അച്ഛനോട് എല്ലാ കാര്യം തുറന്നു പറയാം. ദേഷ്യപ്പെട്ട മോഹൻ വീഡിയോ മുരാരിയെ കാണിച്ചു. അന്ന് രാത്രി ശിവ പേടിച്ച് വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. നീ ചെയ്യുന്ന കള്ളത്തരം ഞാൻ അറിഞ്ഞു. ശിവ അവന്റെ അച്ഛന്റെ മുമ്പിൽ കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞാനും നിങ്ങളെ പോലെ സത്യസന്ധനും ആത്മാർത്ഥതയുള്ള ആളായ മതിയായിരുന്നു. ആയിരുന്നെങ്കിൽ മോഹൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നില്ലായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നാണം കെടേണ്ടി വരത്തില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം അച്ഛാ. മറ്റേ പാലുകാരി ചതിച്ച് പണം ഉണ്ടാക്കുന്ന കണ്ടപ്പം മനസ്സിലെ അത്യാഗ്രഹം കൂടി. എന്ത് ചെയ്തിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു പണക്കാരനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മോനെ, ഈ ലോകത്ത് സത്യസന്ധനായി ആത്മാർത്ഥതയുടെ വഴിയിൽ നടക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. ആൾക്കാരെ പറ്റിച്ച് പണിയെടുത്താൽ ചിലപ്പം കുറച്ച് പണം കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ആത്മസമ്മാനവും മനസ്സിലെ സന്തോഷം രണ്ടും നേടാൻ കഴിയില്ല. ചെയ്ത തെറ്റിന് ശിവ ഒരുപാട് പശ്ചാത്തപിച്ചു. ഇനി ഒരിക്കലും പാലില് മായം ചേർക്കില്ലെന്ന് അവൻ തീരുമാനിച്ചു. എന്നിട്ട് അവന്റെ അച്ഛനെ പോലെ ആത്മാർത്ഥതയും സത്യസന്ധനായിട്ട് ജീവിതം നയിക്കും. ശിവ്പൂർ എന്ന ഗ്രാമത്തില് രൂപ അവളുടെ അമ്മയും അച്ഛനോടൊപ്പം താമസിക്കുമായിരുന്നു. രൂപയുടെ അച്ഛൻ ഭാനു സിംഗിന് ഗോതമ്പിന്റെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. അവരുടെ വീട്ടില് ഒരു കാള ഉണ്ടായിരുന്നു. അതിനെ അവര് ഭോല എന്നായിരുന്നു വിളിക്കുന്നത്. രൂപ ഭോലയെ സ്വന്തം അനിയനെ പോലായിരുന്നു കരുതുന്നത്. അമ്മേ, ഭോലയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്.
പാപം എത്ര നേരം കൊണ്ട് പട്ടിണിയാ. രൂപയുടെ അച്ഛൻ പരമശിവന്റെ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം എന്നും രാവിലെ കുളിച്ചൊരുങ്ങി ആദ്യം അമ്പലത്തിലേക്ക് പോകും. അമ്പലത്തിലെത്തിയ ഉടൻ ആദ്യം പ്രതിമയ്ക്ക് വെള്ളം നൽകും, പ്രാർത്ഥിക്കും. എന്നിട്ട് പ്രതിമയുടെ മുമ്പിലിരുന്ന് കുറച്ചു നേരം അദ്ദേഹം ധ്യാനിക്കുമായിരുന്നു. ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാര് ഭാനു സിംഗിന്റെ ഈ ധ്യാനം കണ്ട് കളിയാക്കുമായിരുന്നു. അല്ല ഭാനു സിംഗ്, നീ എന്താ ഈ സ്ത്രീകളെ പോലെ ദിവസവും അമ്പലത്തിലേക്ക് ഓടുന്നത്? എന്നിട്ട് ഭ്രാന്തന്മാരെ പോലെ മണിക്കൂറുകളോളം പ്രതിമയുടെ മുമ്പിലിരിക്കും. നീ ഞങ്ങളോടൊപ്പം വാ, എന്നിട്ട് ചീട്ടുകളി, മദ്യം കുടിക്ക്, പുരുഷന്മാര് ചെയ്യുന്ന പണിയൊക്കെ ചെയ്. അതെ ധനുഭായ്, പുരുഷന്മാർ ചെയ്യുന്ന പണി ചെയ്യാഞ്ഞിട്ടും എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും. ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ പ്രാർത്ഥന ചെയ്തതുകൊണ്ടാണ് എന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെല്ലാം എനിക്ക് വളരെ എളുപ്പത്തിൽ നേരിടാൻ കഴിഞ്ഞത്. ധനുറാമിന് ദൈവത്തിനോടുള്ള ഭാനു സിംഗിന്റെ ഈ ശ്രദ്ധ കാണുമ്പോ ഒരുപാട് അസൂയ തോന്നുമായിരുന്നു. എന്തു ചെയ്തിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ദൈവത്തിനോടുള്ള അവന്റെ ഈ വിശ്വാസം ഞാൻ എങ്ങനെയെങ്കിലും തകർക്കും. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഭാനു സിംഗ് അവരുടെ കാള ബോലയോടൊപ്പം പാടത്ത് പണിയെടുക്കാൻ പോകുമായിരുന്നു. രൂപയും അവരോടൊപ്പം പാടത്ത് പോകും. രൂപയുടെ അച്ഛൻ പാടത്ത് പണിയെടുത്തോണ്ടിരിക്കുമ്പോ രൂപ ബോലയുടെ പുറത്ത് കയറിയിരിക്കുമായിരുന്നു. ബോലയ്ക്ക് താങ്ങാൻ നല്ല ആരോഗ്യമുണ്ട്. അവന് രൂപയെ പുറത്ത് വെച്ചോണ്ട് നിഷ്പ്രയാസം പാടത്തെ പണിയെല്ലാം ചെയ്തു തീർക്കുമായിരുന്നു. ഉച്ച സമയത്ത് രൂപയുടെ അമ്മ പാടത്ത് അവർക്ക് കഴിക്കാനുള്ള ആഹാരം കൊണ്ടുവരുമായിരുന്നു. രൂപ, നീയും അച്ഛനോടൊപ്പം കഴിക്കാനിരുന്നോ? ഇത്രയും നേരമായിട്ട് ബോലയുടെ പുറത്തായിരുന്നില്ലേ നീ ചെന്ന് അവന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക്. പാവം, അവന് നല്ല ദാഹം കാണും. രൂപ ബോലയ്ക്ക് വെള്ളം കൊടുക്കാൻ അവിടുന്ന് പുറപ്പെട്ടു. രൂപ വലിയ കുട്ടിയാകുന്നില്ലേ? അവളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഞാൻ ധോലക്പൂർ എന്ന ഗ്രാമത്തില് ഒരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. ചെറുക്കന്റെ അച്ഛൻ സർപഞ്ച് ആണ്. അയാൾ ഒരു സത്യസന്ധനാണ്. മകന്റെ ശീലവും അച്ഛനെ പോലെ തന്നെയാണ്. അടുത്ത ദിവസം ധോലക്പൂർ എന്ന ഗ്രാമത്തിലെ സർപഞ്ച് ഭാനു സിംഗിന്റെ വീട്ടിലെത്തുന്നു. ഗ്രാമത്തിൽ മുഴുവനും ഭാനു സിംഗിനെ കുറിച്ചുള്ള ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. സർപഞ്ചിന്റെ കുടുംബത്തിന് രൂപയെ ഒരുപാട് ഇഷ്ടമായി. എന്നിട്ടവര് 4 മാസത്തിന് ശേഷം വിവാഹം നടത്താമെന്ന് പറഞ്ഞ് അവിടുന്ന് തിരിച്ചുപോയി. 4 മാസത്തില് നമ്മള് വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ ചെയ്യും? നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. കുറച്ചു ദിവസത്തിനുള്ളിൽ ഞാനും പോലെയും കൂടെ ചേർന്ന് പാടത്തെ പണിയെല്ലാം ചെയ്യും. 2-3 മാസത്തിനകം വിളവ് എടുക്കാറാകും. അതിനെ ചന്തയെ കൊണ്ടുപോയി വിറ്റാൽ നമുക്ക് ആവശ്യമുള്ള പണം കിട്ടും. അവിടെ ധനുറാം ഈ വിവരമെല്ലാം അറിയുന്നു. പരമശിവന്റെ ഭക്തനായ ഭാനു സിംഗിന്റെ മകളുടെ വിവാഹം ധോലക്പൂർ എന്ന ഗ്രാമത്തിലെ സർപഞ്ചിന്റെ വീട്ടിലാണ് ഉറപ്പിച്ചേക്കുന്നതെന്ന് സഹിക്കാൻ പറ്റാതെ അസൂയ കൊണ്ട് അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. പോല കാളെ ആ വീട്ടില് എല്ലാവരും ഒരു മകനെ പോലെയാണ് സ്നേഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ കാളെ ഒഴിവാക്കിയാൽ ദൈവത്തിനോടുള്ള ഇയാളുടെ വിശ്വാസം കുറയും. അന്ന് രാത്രിയില് ധനുറാം ആരും കാണാതെ ഭാനു സിംഗിന്റെ വീട്ടിൽ കയറുന്നു. എന്നിട്ട് ഭോലയ്ക്ക് വിഷം നിറഞ്ഞ റൊട്ടി കഴിക്കാൻ കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ രൂപ ഉറങ്ങി എണീറ്റപ്പോ ഭോല നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അമ്മേ, അച്ഛാ, ഭോലയ്ക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. ഭാനുവും അയാളുടെ ഭാര്യയും ഭോലെ സ്വന്തം മകനെ പോലായിരുന്നു സ്നേഹിച്ചിരുന്നത്. അവര് ഭോലെ മരിച്ച നിലയിൽ കണ്ടപ്പോ 2 പേർക്കും വല്ലാത്ത വിഷമം തോന്നി. 2 പേർക്കും അസുഖം വന്ന് കിടപ്പിലായി. അതിനുശേഷം 2 പേരും അവിടുന്ന് എണീറ്റിട്ടില്ല. ഇപ്പോഴാണ് കളി തുടങ്ങിയത്. ഇനി അയാൾ അമ്പലത്തിലേക്ക് എങ്ങനെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം. അച്ഛന് അസുഖം വന്നതിന് ശേഷം രൂപ സ്വന്തമായിട്ട് അമ്പലത്തിൽ പോകാൻ തുടങ്ങി. എന്നിട്ട് എന്നും കരഞ്ഞോണ്ട് പരമശിവനോട് പ്രാർത്ഥിക്കുമായിരുന്നു. രൂപയ്ക്ക് അവളുടെ പുറകില് ആരോ മണി അടിക്കുന്ന ശബ്ദമായിരുന്നു കേട്ടത്. അവള് തിരിഞ്ഞു നോക്കിയപ്പം കണ്ടത് ഒരു കാളയായിരുന്നു. അതിന്റെ കഴുത്തേല് ഒരു മണി കെട്ടിട്ടുണ്ടായിരുന്നു. രൂപ ആ കാളയെ കണ്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് അതിനെ ഒപ്പം കൂട്ടി നേരെ വീട്ടിലെത്തി. ഇത് കണ്ടില്ലേ അച്ഛാ, എനിക്ക് പരമശിവന്റെ അമ്പലത്തിൽ എന്താ കിട്ടിയത്?
ഭാനു സിംഗും അയാളുടെ ഭാര്യയും ആ കാളെ കണ്ടപ്പോ തന്നെ പെട്ടെന്ന് കട്ടിലേന്ന് എണീറ്റ് അവരിരുന്നു. ഇതിനെ കണ്ടാലാണെങ്കിൽ പരമശിവന്റെ നന്ദിയെ പോലെ തന്നെ ഉണ്ട്. പുതിയ കാളയ്ക്ക് എന്ത് ആരോഗ്യമുണ്ട്. വെറും 3 ദിവസത്തിനകം ആ പാടത്തെ പണിയെല്ലാം ചെയ്തു തീർത്തു. ഈ പ്രാവശ്യം ഭാനുവിന്റെ വിളവ് നല്ല ഭംഗിയായിട്ടാണ് വന്നത്. ഇതെല്ലാം കണ്ട് ധനുറാമിന് ഒട്ടും സഹിക്കാനായില്ല. ഇപ്പൊ അവന്റെ വീട്ടില് ഒരു പുതിയ കാള എവിടെ നിന്നാണ് വന്നത്? ഇനി ഇവന്റെ കാര്യം തീർത്താലേ നമ്മുടെ കാര്യം ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം രാത്രിയില് ധനുറാം പുതിയ കാളയെ കൊല്ലാൻ വേണ്ടി ആരും കാണാതെ ഭാനു സിംഗിന്റെ വീട്ടിൽ കയറി. ആ കാള പരിചയമില്ലാത്ത ഒരാള് അതിന്റെ അടുത്തേക്ക് വരുന്നു കണ്ടപ്പോ തന്നെ അത് അതിന്റെ പെടലി അനക്കി കഴുത്തേലിരുന്ന മണി അടിച്ചു. സോനം അന്നേരം അവിടെ എത്തുന്നു. എന്നിട്ട് ധനുറാമിനെ പിടിച്ച് അയാളെ ഒരുപാട് തല്ലി. ഇത് കേട്ട് നാട്ടുകാര് മുഴുവനും അവിടെ എത്തി. നീ എന്നോട് ക്ഷമിക്ക് ഭാനു. ദൈവത്തിനോടുള്ള നിന്റെ ഭക്തി ഞാൻ കണ്ടപ്പോ എനിക്ക് അസൂയ കൊണ്ട് ഭ്രാന്ത് പിടിച്ചു. നിന്റെ പോലെ ഞാൻ തന്നെയാണ് കൊന്നത്. പക്ഷെ ഇപ്പോ ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയെല്ലാം എനിക്ക് കിട്ടി. എനിക്ക് മനസ്സിലായി, ആരെ കുറിച്ചെങ്കിലും മോശമായിട്ട് ചിന്തിച്ച അവരുടെ ജീവിതത്തിൽ ചീത്ത നടക്കണമെന്നൊന്നുമില്ല. ദൈവം വിചാരിക്കുന്ന മാത്രമേ അവരുടെ ജീവിതത്തിലും നടക്കൂ. ഈ പ്രാവശ്യം ഞാൻ നിന്നെ ക്ഷമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു തെറ്റ് നീ ഇനി ആവർത്തിക്കരുത്. നിന്റെ മനസ്സ് ഒത്തിരി വലിയതാണ് ഭാനു സിംഗ്. അവസാനം ധനു സിംഗില് മാറ്റം കണ്ടു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം റൂപയുടെ അമ്മയും അച്ഛനും നല്ല ആർഭാടത്തോടു കൂടി റൂപയെ വിവാഹം കഴിപ്പിക്കുന്നു. പരിശുദ്ധമായ പശുവിൻ നെയ്യ് വാങ്ങൂ. നെയ്യ് വേണോ? ഏയ് വിമലേ, 1 കിലോ നെയ്യ് തൂക്കി തന്നിട്ട് പോ. എന്താ ചേച്ചി, 1 കിലോ നെയ്യ് മതിയോ? കണ്ടില്ലേ, ചേച്ചി വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. ചോറിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിച്ചു നോക്ക്. പിന്നീട് ചേച്ചി നോക്കിക്കോ ചേച്ചിയുടെ ആരോഗ്യം എന്തുമാത്രം മെച്ചപ്പെടുമെന്ന്. ഓ ശരി ശരി, നീ ഒരു 2 കിലോ നെയ്യ് തൂക്കിത്ത. ചേച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി. വിമല 2 കിലോ നെയ്യ് തൂക്കിക്കൊടുത്തു. എന്നിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് നടന്നു. വഴിയിൽ അവർക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കിട്ടി. ഇന്ന് അവരുടെ നെയ്യ് വിൽപ്പന വളരെ നല്ല രീതിയിൽ നടന്നിരിക്കുന്നു. അവരുടെ കയ്യിൽ വളരെ കുറച്ച് നെയ്യ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വീണ്ടും കുറച്ച് ദൂരം നടന്നപ്പോൾ അവർക്ക് അവസാനമായിട്ടൊരു കസ്റ്റമറിനെയും കൂടെ കിട്ടി. അതോടെ അവരുടെ കൈവശമുണ്ടായിരുന്ന നെയ്യ് മുഴുവനും തീർന്നു. വിമല വളരെ സന്തോഷത്തോടെ തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടി അവരെ വിളിച്ചു. വിമല ചേച്ചി, നെയ്യ് വിൽക്കാനുണ്ടോ? ഇല്ലല്ലോ മോനെ, നെയ്യ് മുഴുവനും തീർന്നുപോയി. ശരി ചേച്ചി, നാളെ വരുമ്പോൾ കൂടുതൽ നെയ്യ് കൊണ്ടുവരണേ. ശരി മോനെ, നാളെ നിനക്ക് തീർച്ചയായും നെയ്യ് കൊണ്ടുവന്ന് തരാം. ഒഴിഞ്ഞ നെയ്യ് പാത്രവുമായി വിമല തന്റെ വീട്ടിലെത്തിച്ചേർന്നു. എന്നിട്ട് അവർ പണം എണ്ണാൻ ആരംഭിച്ചു. കൂടുതൽ പണം കണ്ടപ്പോൾ അവർ വളരെ സന്തോഷിച്ചു. ഇന്നെനിക്ക് കൂടുതൽ പണം കിട്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് എന്റെ ഒരു കസ്റ്റമർ നെയ്യ് കിട്ടാതെ തിരിച്ചുപോയി. അതെനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ വയ്യ. നാളെ മുതൽ ഞാൻ കൂടുതൽ നെയ്യുണ്ടാക്കും. അപ്പോൾ ആരും നെയ്യ് കിട്ടാതെ തിരിച്ചു പോവില്ലല്ലോ. അടുത്ത ദിവസം വിമല നെയ്യുണ്ടാക്കാൻ ആരംഭിച്ചു. നെയ്യുണ്ടാക്കിക്കൊണ്ടിരിക്കും തോറും വിമലയുടെ പാത്രം നിറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ പാത്രത്തിൽ 3/4 ഭാഗം നെയ്യ് നിറഞ്ഞു. വിമലയുടെ പക്കലുണ്ടായിരുന്ന പാല് മുഴുവനും തീർന്നു. എന്താണിത്? ഇന്ന് പാത്രം മുഴുവനും നെയ്യ് നിറയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇന്നും എന്റെ കസ്റ്റമേഴ്സിൽ ഏതെങ്കിലും ഒരാൾ ഒഴിഞ്ഞ കൈയുമായി തിരിച്ചു പോയാൽ എനിക്കത് സഹിക്കാനാവില്ല. ഇല്ല, ഇന്ന് എന്റെ കസ്റ്റമേഴ്സിൽ ആരും തന്നെ നെയ്യ് കിട്ടാതെ തിരിച്ചു പോകരുത്. വിമല അകത്തു നിന്ന് ഒരു വനസ്പതി എണ്ണയുടെ പാത്രമെടുത്തു. എന്നിട്ട് അവൾ നെയ്യിൽ ആ എണ്ണ ഒഴിച്ചു.
ഇന്ന് ആരും നെയ്യ് കിട്ടാതെ തിരിച്ചു പോവില്ല. നെയ്യ് വേണോ? നല്ല പരിശുദ്ധമായ നെയ്യ് വേണോ? നല്ല പശുവിൻ പാലിൽ നിന്നുണ്ടാക്കിയ നെയ്യ് വേണോ? നെയ്യ് വാങ്ങിക്കൂ. ചേച്ചി 1 കിലോ നെയ്യ് തരൂ. മോനെ, ഇന്നലെ നിനക്ക് നെയ്യ് കിട്ടിയില്ല അല്ലേ? ഇന്ന് നിനക്ക് ഞാൻ കൂടുതൽ തരാം. വിമല അവന് നെയ്യ് കൊടുത്തു. എന്നിട്ട് വിമല മുന്നോട്ട് നടന്നു. ഇങ്ങനെ വിമല ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് എല്ലാവർക്കും നെയ്യ് കൊടുത്തു. ഇന്നത്തെ ദിവസം വളരെ നന്നായിരുന്നു. എനിക്ക് വളരെയധികം പണം കിട്ടി. അവർ ഹലുവക്കാരൻ സുരേഷിന്റെ വീടിന് മുന്നിലെത്തി. നെയ്യ് വേണോ? നെയ്യ് വേണോ? വിമല ചേച്ചി 3 കിലോ നെയ്യ് വേണം. തരാം സുരേഷേ. എന്താ ഇന്ന് 3 കിലോ? എന്തെങ്കിലും സദ്യ ഒരുക്കുന്നുണ്ടോ? അതെ, പ്രസിഡന്റിന്റെ വീട്ടിൽ ഒരു സദ്യയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുവാൻ പോവുകയാണ്. വളരെ നല്ല കാര്യം. വിമല 3 കിലോ നെയ്യ് തൂക്കിക്കൊടുത്തു. എന്നിട്ട് അവൾ അവിടെ നിന്നും മുന്നോട്ട് പോയി. ഇന്ന് തന്റെ കസ്റ്റമേഴ്സിൽ ആരും നെയ്യ് കിട്ടാതെ തിരിച്ചു പോയില്ലല്ലോ എന്ന് വിമല സന്തോഷിച്ചു. ഹലുവക്കാരൻ സുരേഷ് ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കി. എന്നിട്ട് അയാൾ ഹലുവയുമായി പ്രസിഡന്റിന്റെ വീട്ടിലെത്തി. പ്രസിഡന്റിന്റെ വീട്ടിൽ ധാരാളം ജനങ്ങൾ സദ്യ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സുരേഷ് താൻ ഉണ്ടാക്കിയ ഹലുവ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. അവരിൽ ഒരാൾ ഹലുവ കഴിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു: സുരേഷ് ഏട്ടാ, ഇന്ന് നിങ്ങളുടെ ഹൽവയ്ക്ക് എന്തു പറ്റി? എപ്പോഴും ഉണ്ടാകാറുള്ള സ്വാദ് ഇന്ന് ഹലുവയ്ക്ക് ഇല്ലല്ലോ. ഹലുവ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധ എങ്ങോട്ടെങ്കിലും പോയിരിക്കും. അല്ല, അതൊന്നും അല്ല. പ്രസിഡന്റ് സുരേഷിന് ഹലുവ ഉണ്ടാക്കാനുള്ള പണം കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കും. എല്ലാവരും ചിരിക്കാൻ ആരംഭിച്ചു. പ്രസിഡന്റ് സുരേഷിനെ തുറിച്ചു നോക്കി. സുരേഷ് കുറച്ച് ഹലുവ എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ അയാൾക്കും എന്തോ പന്തികേട് തോന്നി. അയാൾ വീണ്ടും ഹലുവ കഴിച്ചു. ഞാൻ എല്ലാ സാധനങ്ങളും ശരിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ചിലപ്പോൾ വിമല ചേച്ചി തന്ന നെയ്യിന്റെ കുഴപ്പമായിരിക്കുമോ? അടുത്ത ദിവസം സുരേഷ് വിമലയുടെ വീട്ടിൽ ചെന്നു. അപ്പോഴാണ് വിമല നെയ്യിൽ വനസ്പതി എണ്ണ ചേർക്കുന്നത് അയാൾ കണ്ടത്. വിമല ചേച്ചി, നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുകയാണല്ലേ. നെയ്യിൽ വനസ്പതി എണ്ണ ചേർത്തിട്ടാണോ വിൽക്കുന്നത്? നിങ്ങൾ കള്ളിയാണ്. നിങ്ങൾ ഒരാള് കാരണം ഇന്ന് ആദ്യമായി ഈ ഗ്രാമത്തിലുള്ളവർ എന്നെ പരിഹസിച്ചു. ഞാൻ നാട്ടുകാരോടെല്ലാം നിങ്ങളെല്ലാവരെയും പറ്റിക്കുന്ന കാര്യം പറയാൻ പോവുകയാണ്. സുരേഷ്, ഞാൻ പറയുന്നത് കേൾക്കൂ. സുരേഷ് വിമല പറഞ്ഞതൊന്നും കേൾക്കാതെ അയാൾ അവിടെ നിന്നും തിരിച്ചുപോയി. വിമല നെയ്യിൽ മായം ചേർത്ത വിവരം സുരേഷ് നാട്ടുകാരോടെല്ലാം പറഞ്ഞു. അടുത്ത ദിവസം വിമല നെയ്യുമായി പുറപ്പെട്ടു. ചേച്ചി, നെയ്യ് വാങ്ങുന്നില്ലേ? വേണ്ട വേണ്ട, എനിക്ക് നിന്റെ നെയ്യ് വേണ്ട. നെയ്യാണെന്നും പറഞ്ഞ് നീ വനസ്പതി എണ്ണ ചേർത്തല്ലേ വിൽക്കുന്നത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. താൻ മായം ചേർത്ത വിവരം എല്ലാവരും അറിഞ്ഞതിൽ വിമലയ്ക്ക് ദുഃഖം തോന്നി. ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടായി. മായം ചേർത്തത് കാരണം അവർക്ക് എല്ലാ കസ്റ്റമേഴ്സിനെയും നഷ്ടമായി. ആരും വിമലയുടെ കയ്യിൽ നിന്ന് നെയ്യ് വാങ്ങിയില്ല. ഈ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ടത് ഇതാണ്: തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും. സത്യസന്ധത ഏറ്റവും വലിയ ഗുണമാണ്.